എല്ലാവർക്കും ജോസ് പള്ളിക്കുന്നതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നീക്കി എല്ലാവർക്കും സ്വാഗതം. നമ്മളന്നേരം ഐസോളിൽ ലോഡൊക്കെ ഇറക്കി അവിടുന്ന് വണ്ടി പുറത്തേക്ക് ഇറക്കി. അത് കഴിഞ്ഞിട്ട് അവിടെ പമ്പുകളൊന്നുമില്ല. ഇവിടുത്തെ അറിയാലോ, ഇരുട്ട് വീണ പിന്നെ പമ്പൊക്കെ അടച്ചു പോകും. അപ്പോൾ നമ്മൾ ഐസോളിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ പോകും. 50 കിലോമീറ്റർ ഡീസൽ ഇറക്കി തീരാറായി. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നൊരു പമ്പിൻ്റെ അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി. ഇപ്പോൾ പമ്പ് ഇപ്പോൾ തുറന്നതേ ഉള്ളൂ. അപ്പോൾ ഡീസൽ അടിച്ച് പോകാമെന്ന് വെച്ചിട്ട് നിർത്തിയതാണ്. അപ്പോൾ ഡീസൽ അടിച്ചിരുന്ന് പോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ യാത്രയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വീഡിയോ അയക്കുക. നമ്മൾ ഈ പമ്പിൻ്റെ അവിടെ തന്നെ ഇവിടെ ഇങ്ങനെ കിടന്ന് തുടങ്ങിയണ്ട. ഇതാണ് പമ്പ്. ഇപ്പോൾ പമ്പ് ഇപ്പോൾ തുറന്നതേ ഉള്ളൂ. ഇപ്പോൾ അല്ല വണ്ടി ഇവിടെ പമ്പിനോട് ഇങ്ങനെ ക്രോസ് ആയിട്ട് നിർത്തിയിട്ട് കിടന്ന് തുടങ്ങി. കാരണം ഈ പമ്പ് കഴിഞ്ഞാൽ ഈ അടുത്ത പമ്പ് എപ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റില്ലേ. കാരണം ഇവിടുന്ന് ഡീസൽ അടിച്ച് പോകാമെന്ന് ചെയ്ത് നിർത്തിയതാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഡീസലിൻ്റെ വില കണ്ട 90-83. ഇവിടുത്തെ രീതി ഉണ്ട്. ഇത് 87 രൂപ ഡീസലിൻ്റെ വില ഉണ്ടോ. 87-26 പൈസ ഉണ്ടോ. സോറാമയിലെ ഡീസലിൻ്റെ വിലയാണ് 87-26 പൈസ. അത് സ്പീഡാണ് ഡീസൽ. നമ്മൾ അപ്പുറത്ത് കണ്ടത് സ്പീഡാണ്. 87-26 പൈസ ഉണ്ടോ. പെട്രോളിന് വില ഉണ്ടോ 98-30. ഡീസൽ അടിക്കാൻ എന്താ പറയുക. ഇനി ഇവിടുന്ന് പമ്പ് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പമ്പുണ്ടാവും. ഞങ്ങൾ രാത്രി ഒരു ഇവിടെ കൊണ്ട് പോകാൻ പേടിച്ചിട്ട് പോയി. കാരണം പമ്പില്ല, ഡീസലിലാണ്ട് പോയിട്ട് ഈ ഭയ നെക്സ്റ്റ് പമ്പ് കിतना दूर है. നെക്സ്റ്റ് പെട്രോൾ പമ്പ് कितना दूर है. 30 കിലോമീറ്റർ പോകണം അടുത്ത പെട്രോൾ പമ്പിലേക്ക്. ഹൈവേ മെയ്യ 30 കിലോമീറ്റർ പോകണം പെട്രോൾ പമ്പിലേക്ക്. നമ്മളിപ്പോൾ ഈ വഴിക്ക് വന്നത് ഒരു ഷോർട്ട് വഴിക്ക് നമ്മൾ ചാടി വന്നത് കേട്ടോ. പക്ഷെ നമ്മുടെ വണ്ടിയെല്ലാം 30 കിലോമീറ്റർ പോയേനെ. നമുക്ക് അറിയത്തില്ല, അത് കാരണം നമ്മൾ നിർത്തിയവിടെ. നമ്മൾ വന്നതെന്നുള്ള ഈ വഴി ചെറിയ വഴി, ഇത് ഷോർട്ട്. ഇപ്പം ഞാൻ ബൈ പറഞ്ഞ് 70 കിലോമീറ്റർ ഷോർട്ടാന്ന് പറഞ്ഞു. 70 കിലോമീറ്റർ മറ്റേ മെയിൻ ഹൈവേനേക്കാൾ 70 കിലോമീറ്റർ ഷോർട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് പോകേണ്ടത് ഇങ്ങനെ ഈ വഴിക്ക്. 70 കിലോമീറ്റർ ഷോർട്ടാണെങ്കിലും അതിനുള്ള ഗുമ്മുള്ളൂട്ട് വഴിക്ക്. സിംഗിൾ വഴിയാ. വീതിയുള്ള വഴിക്ക്. പക്ഷെ വലിയ വണ്ടികളൊന്നും വരുന്നില്ല, ട്രക്കൊന്നും വരില്ല. നമ്മളെന്തായാലും ഡീസൽ അടിച്ചാൽ മെയിൻ കാരണം 30 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് ഈ ചെറിയ വഴിയായത് കയറേ ഡീസൽ റിസർവിലേക്ക് ആയി. പിന്നെ തിക്കുന്നറൊക്കെ അടിച്ച് പോയി എങ്ങാനും വഴിയിലെങ്ങാനും തീർന്നു കഴിഞ്ഞാലേ അടുത്ത 50-30 കിലോമീറ്റർ വരണം. അത് അവൻ പറഞ്ഞ 30 കിലോമീറ്റർ. അപ്പോൾ നമ്മളതിലും കൂടും. ഞങ്ങടന്മാരോട്ട് ചേരം നേതാജി റോഡിന്റെ വീതിയില്ല. ഇത്ര വീതിയിലൂടെ ഇത്രയ്ക്കും വീതിയുള്ള ഈ വഴിക്ക്. കാറുകൾ കാണാൻ കുറെ. ഈ കാറ് പോണ വഴിയത് വഴിയാണ് മൊത്തം. വീടുകളൊക്കെ ഉണ്ടോ. ഏര് പള്ളി. ഇവിടെ വെള്ളത്തിന് ഭയങ്കര ക്ഷാമാട്ടോ. ഇവിടെ വെള്ളത്തിന് ഭയങ്കര ക്ഷാമാണ് കേട്ടോ. എന്താണെന്ന് അറിയാം, ഇത് ഇത്ര വലിയ കുന്നായിട്ടും മലയായിട്ടും വെള്ളം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ. ചെറുവണ്ടികൾ ജാതി വരവ് പറഞ്ഞു. ഇവിടുത്തെ ചെറിയ വണ്ടിക്കാര് നോക്കിയേ നായ്ക്കളുണ്ടോ. ഇത് നാടനല്ല കേട്ടോ. ഇതിപ്പോ നാടനാണ്. ബൂട്ടിയാ. ഇതാണ് ബൂട്ടിയാ. കാലത്തന്നെ ഇത്രയ്ക്കും വീതിയുള്ളൂ. ടിപ്പറൊക്കെ പോകണ്ടാ, കുഴപ്പമില്ല. എവിടേക്കാ കാമ്പായി സിരിച്ചർ ചോദിക്കാം. സിരിച്ചർ നേരെ തന്നെയാണ്. നമ്മളൊന്ന് ചോദിച്ചു.
സിലിച്ചർ നേരെ തന്നെയാണ്, നേരെ നേരെ ഇത്ര വീതിയുള്ള വഴിക്ക്. പക്ഷേ 70 കിലോമീറ്റർ കുറവാണ് നമുക്ക് ഐസോളിൽ നിന്ന് ഗുവാഹട്ടി പോകാൻ വേണ്ടി. 70 കിലോമീറ്റർ കുറവാണ്. ആദ്യം കൊക്കകളുണ്ടോ, കൊക്കകള് മലകളാണ്, മലകൾ താന്നിട്ടുണ്ടോ, അടിവാരം ഉണ്ടാവും. ചിലപ്പോൾ ഈ അടിയിലേക്ക് ഇറങ്ങിയിട്ടില്ല അല്ലേ ദിൻഷ? നമ്മൾ ഈ അടിയിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഇതാണ്ടാ വെള്ളം പിടിക്കണണ്ടാ, ഒരു വാട്ടർ ടാങ്ക് ആണോ, വെള്ളം പിടിച്ചോണ്ടാണോ. ഇവിടെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഇവിടെ ഇതുകൊണ്ട് അടുത്ത വാട്ടർ ടാങ്ക് എടുക്കണ്ട. ഇവിടുന്ന് വന്നിട്ട് ഇത് മലയുടെ മുകളിൽ നിന്നാണെന്ന് പറഞ്ഞ വെള്ളമാണ്. അതിങ്ങനെ അടിച്ചിങ്ങനെ കൊണ്ടുപോകണം. വലിയ കുന്ന് കയറണുണ്ടോ, മലകള് അങ്ങോട്ട് പിന്നെ ഇറക്കാതെ ഓരോ സമാധാനമുണ്ട്. ഇതേപോലത്തെ വഴിക്ക് നമ്മളൊരു ഡൗട്ട് കാരണം അവിടെ ഡീസൽ അടിക്കാണ്ട് അവിടെ നിർത്തി അവിടെ കിടന്നുറങ്ങി. അതിൽ അവിടെ കിടന്നുറങ്ങി. കാരണം എന്താ ചെയ്യുക, ഡീസലാണ്ട് പോയിട്ട് ഈ വഴിക്ക് എങ്ങനെ ഡീസൽ തീർന്ന് നിന്ന് കഴിഞ്ഞാൽ റോഡെങ്ങാനും ബ്ലോക്കായി. അത് മാത്രമല്ല പോയി ഡീസൽ മേടിച്ചിട്ട് പറഞ്ഞെങ്കിൽ 4 മണിക്കൂറെങ്കിലും പിടിക്കും ഈ ഇത്ര ദൂരം പോയിട്ട് പറഞ്ഞെങ്കിൽ. ആണ് ഇവിടുത്തെ റോഡിന്റെ പ്രത്യേകത. സിംഗിൾ വഴിയാണ്. ഇവിടുത്തെ ബൈക്ക് റൈഡർമാർ പിന്നെ കുഴപ്പമില്ല കേട്ടോ. പൊരി നമ്മുടെ നാട്ടിലെ പോലെ അല്ല, ഇവർക്ക് നല്ല പ്രാക്ടീസാണ് ഓട്ടിച്ച് ഇങ്ങനത്തെ വഴിയുടെയൊക്കെ. റൈഡർ കണ്ണാപ്പിമാർ ഇവിടുത്തെ ആൾക്കാർക്ക് നല്ല കളിക്കാർക്ക് വരികയും ചെയ്യും. നല്ല ശ്രദ്ധയുണ്ട് വണ്ടിക്ക്. ഈ മിസോറാമിൽ ഇരുട്ട് വീണ അപ്പം പമ്പൊക്കെ ഇറങ്ങി. ഒരു പമ്പ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പമ്പ് 50 കിലോമീറ്റർ 60 കിലോമീറ്റർ വേണം അടുത്ത പമ്പിൽ. താഴെ നോക്കി എഴുതണ്ടോ, ഇവിടെ കവുങ്ങാണ് കൃഷി. കവുങ്ങ് ഇതുണ്ട്. ഇത് ഇവിടുത്തെ ബസ് പോലെ ഓടുന്ന വണ്ടികളാ. ഖവാൻപൂയിന്ന് ഐസോൾ പോണ വണ്ടി. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു ചായക്കട ഉണ്ട്. ഒരു ചായ കുടിക്കാൻ നിർത്തിയത് ഇവിടെ. അത് ഈ ഭാഗത്തൊന്നും ചായക്കടകളും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ. അപ്പോൾ നോക്കിയേ, അടയ്ക്കാമരം കണ്ട, അടയ്ക്കാമരം. കവുങ്ങുണ്ടോ, കവുങ്ങ് അല്ല. ഇതാണ് വഴിയുടെ വീതി. കവുങ്ങാണ്, കവുങ്ങും തോട്ടങ്ങളാണ്. ഇതെന്താ പന്നി ഫാമൊക്കെയാണെന്ന് കേട്ടോ. പന്നിനൊക്കെ വളർത്തണം. പന്നി അവിടെ പന്നിയൊന്നും ഇല്ല കൂട്ടിൽ. പന്നിനൊക്കെ വളർത്തണം എങ്ങനെയാ? ഇതുണ്ടോ വീട് കണ്ടോ. ഇവിടെ പിന്നെ മരത്തിൻ്റെ ഉള്ള, ഇവിടെ സാധാരണക്കാർ താമസിക്കുന്നവരാ. വേറെ നായ. ബൂട്ടിയല്ല ഇത് ബൂട്ടിയല്ല കേട്ടോ. ഇങ്ങനെ ഗുവാഹട്ടിയിൽ നിന്ന് വരേണ്ട വഴിയിലേക്ക് ഒന്ന് കയറിയിട്ടാ പണിയുണ്ടോ. ഗുവാഹട്ടിയിൽ നമ്മുടെ ഐസോളിൽ ശരിക്കും വരേണ്ട വഴിയിലേക്ക് നമ്മളൊന്ന് കയറി. ഇപ്പം നമ്മൾ വന്നൊരു ഷോർട്ട് വഴി ഞാൻ നേരത്തെ പറഞ്ഞു. ഇനിയാണ് വഴി. ഇത്ര നേരം വലിയ കുഴപ്പമില്ല, കട്ടറൊന്നും ചാടണ്ടാണ്. ഇനിയാണ് കട്ടറൊക്കെ ചാടി കുണ്ടും കുഴിയൊക്കെ ചാടി പോണ വഴി ഇതാണ്. ഇനി ഇവിടുന്ന് സിലിച്ചർ വരെ വഴിയില്ല. സിലിച്ചർ വരെ ഇനി വഴിയില്ല. ഫസ്റ്റ് സെക്കൻഡ് തന്നെ സിലിച്ചർ വരെ. നാഷണൽ ഹൈവേ ഉണ്ട്, ഇതിൻ്റെ വഴിയാണ് കേട്ടോ. ഇതേപോലെയാണ് ഇനി സിലിച്ചറിനടുത്ത് വരെ ഇങ്ങനെയായിരിക്കും വഴി. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദൂരം നല്ല വഴി കിട്ടും. പിന്നെ മേഘാലയക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടല്ലോ അതേപോലത്തെ വഴിയാണ്. ഇതൊക്കെ നമ്മളങ്ങനെ കഴിഞ്ഞിട്ട് പോയാൽ നമ്മൾ രാത്രിക്ക് പാസ്സായ വഴി എന്ന് പറഞ്ഞ സാധനം ഇല്ല മിസോറാമിൽ. ഐസോളൊക്കെ പോണ വഴിയാണ്. സിലിച്ചർ ഐസോൾ വഴിയാണ് നമ്മുടെ പോലത്തെ വണ്ടി. ഇവിടുത്തെ വണ്ടികളൊക്കെ ടാറ്റയുടെ വണ്ടിയിൽ, ഐഷർ കൊമൻ്റെ വണ്ടിയിലൊക്കെ ഇതിൽ ഓരോന്നിലും ബർത്തുള്ള വണ്ടികളൊക്കെ വളരെ കുറവാണ്. നമ്മുടെ സെയിം വണ്ടി, പക്ഷെ ഒറ്റ ഇടത്തിൽ ബർത്തില്ല. ഇവിടെ വാഴപ്പഴം കൊടുക്കാനാണോ, പഴവും വീടുകൾ കണ്ടോ. ഈ ടാറിങ് നോക്കണോ, ഇതൊരു 50 മീറ്റർ പോലും ഉണ്ടാവില്ല. ഇങ്ങനത്തെ മൊത്തം
ഇതുണ്ടോ മിസോറാം ബാങ്ക് കാവൻപൂയി ബ്രാഞ്ച്. ഇതിന്റെ കാവൻപൂയി ബ്രാഞ്ച് അങ്ങനത്തെ സ്ഥലത്തിന് കാവൻപൂയി. ടൗണിന്റെ ഏരിയയിൽ മാത്രം കുറച്ച് സ്ഥലം വൃത്തിയുണ്ട്. അതാണ് കാവൻപൂയി. ബിൽഡിങ്ങുകളൊക്കെ നോക്കിയാ ആ ടൗൺ ഏരിയ കഴിയണം. ലോറിയൊക്കെ പറഞ്ഞാൽ കാശ്മീർ വണ്ടി ഈ ഭാഗത്തേക്ക് കണ്ടവനെ കാശ്മീർ വണ്ടി വരുന്നുണ്ടോ. നമ്മൾ ഇന്നലെ കണ്ടു. നമ്മളാ പോയ വഴിക്ക് ലോങ് തല ആ വഴിക്കൊക്കെ കണ്ടമാനം കാശ്മീർ വണ്ടി ഉണ്ട്. ഇടാ അവസ്ഥ വഴിയുണ്ടോ. ഇവിടത്തെയൊക്കെ സർക്കാരിന് ഇവിടുത്തെ ജനങ്ങളെയൊക്കെ സമ്മതിക്കണുണ്ടോ. കുറച്ച് ദൂരം നല്ല വഴി കിട്ടിയിട്ടാ. ഏതൊരു ജംഗ്ഷൻ തറയുന്നുണ്ടോ, അതാണ് നല്ല വഴി. വീടുകളുണ്ടോ, ഇതൊക്കെ വീടല്ല ഹോട്ടലത്. ഇവിടുത്തെ ഈ നമ്മുടെ നാട്ടിലെ ബസ്സുകൾ ഓർണമാതിരി ഓർണ വണ്ടികളാണ് മുഴുവൻ. ഉണ്ടോ ബോർഡ് റൂട്ട് ബോർഡ് വെച്ചിട്ടുണ്ടോ. ഭയങ്കര ബോർഡറിൽ നിന്ന് മിസോറാം ബോർഡറിൽ നിന്ന് ഐസോളിലേക്ക് പോകുന്ന വണ്ടികളതൊക്കെ. ഗുവാഹട്ടിയിൽ നിന്ന് പറഞ്ഞ വണ്ടികളുണ്ട്. ഇവിടുത്തെ വീടുകൾ കണ്ടോ ഷീറ്റ് കൊണ്ടാണോ. മറ്റേ വീടിൻ്റെ ഭിത്തി പനമ്പ് കൊണ്ടും മോള് ഷീറ്റ് കൊണ്ടും. ടെറസ് വീട് കൊണ്ടിട്ട് ഇടയ്ക്ക് വരുന്നൊക്കെ. വീടല്ല വീട് തന്നെയാണ്. ടെറസും വീട് തന്നെയാണ്. എന്താ ഷീറ്റിൻ്റെ വീട് കണ്ടോ. ഷീറ്റാണ് ഭിത്തി പനമ്പും. രസി വണ്ടി പറഞ്ഞ ഇതുണ്ടോ നമ്മൾ ആ ടൗണിൻ്റെ ഏരിയ പറഞ്ഞു കുറച്ച് ദൂരം ഉണ്ടോ. ഒരു 1/2 കിലോമീറ്റർ നല്ല വഴി കിട്ടി. അത് കഴിഞ്ഞപ്പോൾ ഇത് തന്നെ അവസ്ഥ. പിന്നെ ഈ വഴിക്കാണ് നമ്മൾ അങ്ങോട്ട് പോയത്. എൻ്റെ ദൈവത്തിൻ്റെ കാരണം കൊണ്ടാണ് ഒരു കുഴപ്പമില്ലാണ്ട് നമ്മൾ ആ സാധനങ്ങളെ വളർത്തിയത്. ഇതിലൊക്കെ പോകുമ്പോൾ വണ്ടിയിൽ ഫുൾ ലോഡുണ്ട്. ഫുൾ ലോഡില്ല, അപ്പോൾ ഒരു ലോഡ് ഇറക്കി. സിലിച്ചറിൽ ഒരു ലോഡ് ഇറക്കി, ബാക്കിയുള്ള ലോഡ് വണ്ടിയിലുണ്ടായിരുന്നു. കാലത്ത് നല്ല ചായ എന്തിനും കൂടി ഞാൻ വണ്ടിയുടെ സൈഡാക്കിയതാണ്. നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് മേലത്തൊക്കെ പൊടി കണ്ട. ഗ്ലാസ് മൊത്തം പൊട്ടിയുടെ ടയറൊക്കെ നോക്കിയാൽ. ഇവിടെ കുറേ ലോറിക്കാർ നിർത്തിയിട്ടുണ്ട്, അപ്പോൾ നമ്മൾ നിർത്തിയതാണ്. കണ്ട ഇത് ഇവിടുത്തെ ഭായിമാർ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും മേടിച്ച് കഴിച്ചു. ഒരു മുട്ടയും കഴിച്ചു. എന്താണ് മുളക് അച്ചാറെന്നുണ്ട്. അച്ചാറെന്നാ മുളക് ചമ്മന്തി. നമ്മുടെ നല്ല മുളക് ചമ്മന്തി തെപ്പൊന്നറിയില്ലേ. മുളക് ചമ്മന്തി അല്ലേ കഴിക്കട്ടെ. നമ്മള് ചായ കുടിച്ചു. ചായ അല്ല, ഒരു സാധനത്തിന്റെ പേരാണ് പുലാവ്. നമ്മൾ കഴിച്ച സാധനം പുലാവ്. അത് ഒരു മുട്ട പുഴുങ്ങിയത്, പിന്നെ 2 ചായ. 120 രൂപ. റേറ്റ് കുറവാണല്ലേ. ഇവിടെ മിസോറാമിൽ ഭക്ഷണം കഴിക്കുന്നത് ഭയങ്കര റേറ്റ്. നമുക്കത് ഈ പ്രാവശ്യം പറ്റിയത് ആ കിച്ചൺ ബോക്സിൽ ഒന്നും ഇല്ലാത്ത കാരണം, പക്ഷെ സെറ്റാക്കാത്ത കാരണം ഭയങ്കര കാശായി. ഭക്ഷണം കഴിച്ചാണ് ഈ ട്രിപ്പ് കാശ് കൂടുതലായത്. കവുങ്ങും തോട്ടങ്ങളുണ്ടോ. കവുങ്ങും തോട്ടം. കവുങ്ങ് ഉണ്ടോ. അതിന് മുകളിൽ വേറെന്താ സാധനങ്ങളാണ്. റബ്ബറാണോ? റബ്ബറല്ല, വാഴ. ഒരു വണ്ണം കുഴി നമ്മൾ ചാടുക ഉണ്ടോ. ഇനിയുണ്ട് ഒരു 10-70 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞ ബോർഡറിലേക്ക്. ആ 70 കിലോമീറ്റർ ഓടിച്ചെത്തിക്കാനാണ് പാട്. നമ്മളങ്ങനെ കൊല്ലാസാബാ അങ്ങനത്തെ ഒരു ഡിസ്ട്രിക്റ്റ് ആയിട്ടാ ഇവിടുത്തെ മിസോറാമിലെ ലാസ്റ്റ് ഡിസ്ട്രിക്റ്റ് അത്. ഇപ്പം നമ്മളീ പോണ വഴിക്കത്തെ ലാസ്റ്റ് ഡിസ്ട്രിക്റ്റ് കൊലൈസാബോ അങ്ങനെ എന്താണോ. ഇവിടെ ഇനി കുറച്ചുകൂടി നല്ല ഭംഗിയുള്ള വഴിയുണ്ടാവും. കഴിഞ്ഞാൽ പഴയതുപോലെ തന്നെയാവും. ഇവിടെ ഇഷ്ടം പോലെ ജിപ്സി ഉണ്ട് കേട്ടോ. ജിപ്സി അല്ല, ഇവിടുത്തെ ഈ വഴിക്കൊക്കെ അതൊക്കെ പറ്റുള്ളൂ. ഇനി നമുക്ക് സിലിച്ചറിലേക്ക് 90 കിലോമീറ്റർ. പിന്നെ കായ് വണ്ടി കയറാൻ പിന്നെ കുറച്ച് കായൊക്കെ കൊടുത്ത് പോവാം.
കാല് കൊടുത്ത് പോകാനും പറ്റില്ല. എൻ്റെ കുട്ടിയുടെ നട്ടും ബോൾട്ടൊക്കെ ലൂസാവേ. ജൻ ഔഷധി കാല് കൊടുത്ത് പോകാനും പറ്റില്ല അത്ര ഇതായിട്ടേ. ഇതെന്താ കൊലാസിബ്, ഈ സ്ഥലത്തിൻ്റെ പേര് കൊലാസിബ് കേട്ടോ. കൊലാസിബ് എന്താ കൊലാസിബ് കണ്ടോ, കൊലാസിബ്. ഇതാണ് കൊലാസിബ് ടൗൺ. ഇവിടെ ഓട്ടോറിക്ഷയൊക്കെ വരുന്നുണ്ട്, ഓട്ടോറിക്ഷ. കൊലാസിബ് ഡിസ്ട്രിക്റ്റ് ഉണ്ട്, കൊലാസിബ് ഡിസ്ട്രിക്ട് പോലീസ്. കൊലാസിബ് ആസാം വണ്ടി പോണം, ആസാം വണ്ടി. ഇതേ പറഞ്ഞ ഇവിടുത്തെ പ്രൈവറ്റ് ബസ്. ഇത്ര നേരം നമ്മൾ വന്നിട്ട് ഇത് ആർമി ഡ്യൂട്ടി കേട്ടോ. ആർമി ഡ്യൂട്ടി വണ്ടിയാണ്, ആർമിക്കാരെയും കൊണ്ട് പോണ ബസ്സാണ്. ഇതാണ് കൊലാസിബ് എന്ന് പറഞ്ഞ ടൗൺ. കൊലാസിബ് വലിയ കുഴപ്പമില്ലല്ലേ, അത്യാവശ്യം വലിയ ടൗണോ. ഇവിടുത്തെ ടാക്സി നോക്കിയാൽ ടാക്സി സ്റ്റാൻഡ്. ഇവിടെ പിന്നെ വൈറ്റ് കളർ ടാക്സി ഇല്ല കേട്ടോ. ഇവിടെ ആസാമിലെ കാണുന്ന ഒരു വൈറ്റ് കളർ ടാക്സി ഇല്ല ഇവിടെ. വൈറ്റ് കളർ ടാക്സി എന്ന് പറഞ്ഞാൽ നമ്പർ പ്ലേറ്റ് വൈറ്റ് ഉള്ളത്. നമ്മളിപ്പോൾ ബംഗാളിലൊക്കെ നമ്മൾ കണ്ടില്ലേ, ബംഗാളിലും എൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞു, ബംഗാളിലും ആസാമിലൊക്കെ ചില സ്ഥലത്ത് കാണാം വൈറ്റ് കളർ ടാക്സി. അതായത് വെള്ള കളർ നമ്പർ പ്ലേറ്റ് ഇതേപോലെ ടാക്സി സ്റ്റാൻഡ് കൊണ്ടിട്ട് ഓടണേ. അങ്ങനത്തെ വണ്ടി ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞേട്ടാ. കൊലാസിബ് കുഴപ്പമില്ല, വലിയൊരു അത്യാവശ്യം വലിപ്പമുള്ള ടൗൺ തന്നെയാണ് കൊലാസിബ്. എൻ്റെ ദൈവത്തിന് നകത്തം. ഞാൻ ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് എന്തൊക്കെ പ്രതിസന്ധികൾ പ്രശ്നങ്ങളിൽ കൂടെ വന്നാലും അവിടെ എല്ലാം എൻ്റെ ദൈവം എനിക്ക് എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഒരാളെനിക്കവിടെ വെച്ചുതരും. ഇത് കണ്ടോ, ഇതെന്താ സംഭവം എന്നറിയാം. വണ്ടിയുടെ ഫയൽ നമ്മളെ വണ്ടി ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറത്താട്ടാ. അപ്പോൾ നമ്മൾ മിസോറാമിൽ ഒരു ജംഗ്ഷനിൽ നമ്മൾ പോലീസുകാരോട് വിസിലടിച്ചപ്പോൾ ഞാൻ നിർത്തിയൊന്നുമില്ല. കാരണം നമ്മുടെ കാലുകൊണ്ടില്ല, ഞാൻ വിട്ടുപോയി. ഇവരവിടെ താഴത്തേക്ക് വിളിച്ചു പറഞ്ഞ് പിന്നാലെ വന്ന് ഇവർ പിടിച്ചു. പിന്നാലെ വന്ന് പിടിച്ചു. സിഗ്നലിൽ നിർത്താണ്ട് പോയിന്ന്. ഇവിടെ വന്ന് വ്യാധി ഫൈൻ, സിഗ്നൽ വൈലേഷൻ 5000 രൂപ ഫൈൻ അടയ്ക്കണം. പിന്നെ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്ന് എന്നെ പിടിച്ച് ഇവിടെ ഓഫീസിലേക്ക് കൊണ്ടുവന്ന. അപ്പോൾ അവിടെ നമുക്ക് വീട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഓഫീസിലേക്ക് ഓഫീസിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ് അവിടെ ഇരിക്കുമ്പോഴല്ലോ ഒരു മലയാളി സാറ്, കോട്ടയംകാരൻ സാറ്. ഞാൻ പറഞ്ഞത് പൊന്നു സാറേ, ഞാൻ പിസിലടിച്ചത് ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞു. ഗ്ലാസ്സൊക്കെ സംഭവം ഞാൻ കേട്ടിട്ട് വണ്ടി നിർത്താണ്ട് പോയതാട്ടാ. കാരണം നമ്മുടെ കാലുവണ്ടിയാണല്ലോ. അപ്പോൾ കാരണം നമുക്ക് മുന്നിൽ പോകാനുള്ള വഴിയുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ നിർത്താണ്ട് പോയതാന്ന് പറഞ്ഞു. അങ്ങനെ അത് കാരണം പിടിച്ച് അവിടെ CCTV വന്നിട്ടുണ്ട്. അപ്പോൾ ഫൈൻ അടയ്ക്കാണ്ടിരിക്കാൻ മാർഗ്ഗമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 1000 രൂപ അടച്ചു. 1000 അടച്ച് ഞാൻ ചീട്ട് കാണിച്ചേട്ടാ. ഇതുണ്ടോ, ഇതാണ് കൊലാബ് ഡിസ്ട്രിക്ട് പോലീസ്. കണ്ടോ, ഇതാണ് കൊലാബ് ഡിസ്ട്രിക്ട്. നമ്മൾ ഇതിലാണ് പോയത്. പറഞ്ഞാൽ ഒരു വണ്ടി എടുത്തേക്ക് പോട്ടെട്ടാ. വണ്ടി ഇവർ പറഞ്ഞു ഇവിടെ മിസോറാമിലെ പോലീസ് ഭയങ്കര സ്ട്രോങ് ആട്ടോ. അതുകൊണ്ട് വിസിലടിച്ചൊരു വണ്ടി നിർത്തിയില്ലായിരുന്നു. വിസിലടിച്ചൊരു വണ്ടി നിർത്താണ്ട് പോയതിനാണ് ഇപ്പോൾ നമുക്ക് ആ ട്രോഫി കിട്ടിയത്. ഇനിയിപ്പോൾ വണ്ടി എടുത്ത് പോട്ടെ. ഇതാണ് കൊലാസാബി എന്ന് പറഞ്ഞാൽ, കൊലാസിബ് കണ്ട, മിസോറാം ബാങ്ക്. അതാണ് കൊലാസിബ്. ഇവിടെ നിന്നുള്ള ലോറി എല്ലാം വരണേ കൈ കാണിച്ചു പോകണല്ലേ. ഓട്ടോറിക്ഷയ്ക്ക് വേണം ഇങ്ങോട്ട് വന്നപ്പോൾ 100 രൂപ കൊടുത്തു. അങ്ങോട്ട് പോകുമ്പോൾ എത്രയാണെന്ന് അറിയില്ല. ഓട്ടോറിക്ഷക്കാരൊക്കെ ഉണ്ട്. ഓട്ടോറിക്ഷയ്ക്ക് തന്നെ പോകാൻ. നമ്മളിപ്പോൾ ഈ ഭായിമാരുടെ കൂടെയാണ് അങ്ങോട്ട് പോകണം. ഈ ഭായിമാർ പറഞ്ഞ അവിടെ ഭയങ്കര റൂൾസാന്ന് പറഞ്ഞേ. മിസോറാമിൽ വിസിലടിച്ച വണ്ടി അവിടെ നിർത്താണ്ട് പോയാണ് നമുക്കിപ്പോൾ പണി കിട്ടിയത്. കേരള भाई ज़्यादा पीछे नहीं मारे भाई, एक बार मार दिया. ज़्यादा टाइम है ना, ये गाड़ी पार हो गया उसकी टाइम है ना, ये फिसल मार दिया. मैं गाड़ी रुकेगा नहीं है. ऐसे मारेगा. हाँ जहाँ में होगा हाँ ब्रेक मारना चाहिए. अच्छा हमको मालूम नहीं भाई, फिसल मारे. आगे में सिग्नल नहीं है, आगे में जगह ज़्यादा है, फिर मैं क्या रुकेगा. इसलिए मैं गाड़ी चल दिया. तो उधर में फ़ोन करके गाड़ी उधर में जब भी आएगा ना गाड़ी ट्रैफिक को फॉलो करना. अच्छा जी बोल दिए, ट्रैफिक वाला बोल दिया. ट्रैफिक ഇവിടെ മിസോറാമിൽ വരികയാണെങ്കിൽ എപ്പോഴും ട്രാഫിക്ക് നോക്കണം. നമ്മുടെ മറ്റുള്ള സ്റ്റേറ്റുകളിലെ പോലെ അലകുലത്തൊന്നും ഇവിടെ പരിപാടികളൊന്നും നടക്കില്ല. ഇവിടെ ഷൂട്ട് വണ്ടി ഇങ്ങനെ കുറേ റൂൾസ് ഉണ്ടെന്ന് പറഞ്ഞ ബൈ. നമ്മുടെ ബൈ വണ്ടിയിലാണ് ഞാൻ വന്നത്. അതായത് ഇവിടെ നമ്മുടെ വണ്ടി ഉണ്ടല്ലോ. മിസോറാമിൽ വലിയ ഒരു വിസിലടിച്ചിട്ട് വണ്ടി നിർത്തിയില്ല എന്നുള്ള കിട്ടണം. ഒരു വിസിലടിച്ചിട്ട് വണ്ടി ഞാൻ വിസിലടി കേട്ടതാണ്. പക്ഷേ നമ്മുടെ വണ്ടി അപ്പുറത്തേക്ക് പാസ്സാവാനുള്ള സ്ഥലമുണ്ട്. അതാണ് ഞാൻ വിട്ടു പോകുന്നതാണ്. പിന്നാലെ വന്ന് ഇവിടെ പിടിച്ചു. ഇവർ പോട്ടെട്ടാ.
ഒരു ചായ കുടിക്കാണ് നിർത്തിയ വണ്ടി ഇവിടെ നല്ല അടിപൊളി വണ്ടികളൊക്കെ നിർത്തി വേണ്ട ചായ കുടിക്കട്ടെ 15-12 കണ്ട ഇവിടുത്തെ വണ്ടികൾക്ക് ഒന്നും ബർത്തില്ല കണ്ടോ 18-16 അതിനും ബർത്തില്ല കണ്ടോ നോക്കിയാ നല്ല രസമല്ലേ ജാതി സാധനം എന്താണ് തയ്ച്ച നോക്കിയാ ജാതി സാധനം കാട് പിടിച്ച് കിടക്കണ മൊത്തം വെയിലായി തുടങ്ങിയിട്ട് ഇവിടെ നമ്മള് ഐസോളത്തെ അത്രയും ചൂടില്ല ഇപ്പൊ ഇവിടെ ഐസോളത്തെ അത്രയും ചൂടില്ല ഇവിടെ അല്ല ദിനിഷ ഐസോളത്തെ അത്രയും ചൂടില്ല ഇവിടെ നെയ്സ് തണവാ ഈ മിസോറാമിലെ പോലീസ് നമ്പറോട് പോലീസ് അവര് സാധാരണ വല്ല പോലീസ് നമ്മളെ വിസിലടിച്ച് നിർത്തിയില്ല പറഞ്ഞിട്ട് ആ കാശ് മേടിച്ച് പൊക്കോളാൻ പറയും ഇത് കാശില്ല ഒരു പൈൻ പിന്നെ ആ മലയാളി സാറിനുണ്ടായിരുന്ന കാരണം സാറിന് വീട് എടുക്കണേന്ന് ചോദിച്ചാൽ സാർ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എടുക്കണ്ട പറഞ്ഞു ഞാൻ 1000 രൂപ ഇവിടെ റോഡ് പണി ഇറക്കണ്ട അടുത്ത വരവിന് റോഡൊക്കെ സൂപ്പറാവും ടാറിങ് അടക്കണ്ട് അടുത്ത മാസം തൊട്ട് റോഡ് പണി അടിപൊളിയാവും വക്കിട്ട് കാച്ചിട്ട് ഇറങ്ങ നമ്മള് ബോർഡർ എത്താറായിട്ടാ മിസോറാം ബോർഡർ എത്താറായി ഐസോൾ അല്ല മറ്റേ എന്തിനാ വിക്രാന്ത് എൻ്റെ സ്ഥലത്ത് പേര് അവിടെ ബോർഡർ എത്താറായി ഇനി ഒരു 10 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ മിസോറാമിൽ കൂടെ നമ്മുടെ യാത്ര ഇനി ഒരു 10 കിലോമീറ്റർ ഉണ്ട് മിസോറാം എങ്ങനെ ഒന്ന് കഴിഞ്ഞു കിട്ടിയതായിരുന്നു ഒന്നുമില്ല വേറെ ഒന്നുമില്ലേ നല്ലൊരു ഭക്ഷണം കഴിക്കാനാണ് വെറുത്തുപോയി എത്ര ഒരു വൃത്തിയായിട്ടൊരു സ്ഥലം നല്ലതൊരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് കുട്ടികളെയൊക്കെ തടുത്ത് നിർത്തിയേക്കണം തീരാറായി കുറച്ചുകൂടെ നല്ല റോഡിൽ പോലെ അല്ലേ മിസോറാമിന്റെ അവസാനത്തെ ഭാഗങ്ങളായി നമുക്ക് മിസോറാം കഴിഞ്ഞിട്ട് പിടിക്കാം കേട്ടോ നമ്മളങ്ങനെ മിസോറാമിന്റെ അവസാനത്തെ ഭാഗങ്ങളായിട്ടോ അവസാനത്തെ സ്ഥലമായി ആദ്യം പണ്ടാരത്തെ കടന്ന് കിട്ടാൻ വേണ്ടിയുള്ള പാടാ റോട്ടിൽ തന്നെ വണ്ടി എല്ലാം റോഡ് കഴിഞ്ഞടപ്പോ മിസോറാം അങ്ങനെ കഴിഞ്ഞു എന്റെ പൊന്നോ അങ്ങനെ ഈ നശിച്ച നാട് വിട്ടു ഇനി നമുക്ക് ആസാമിൽ കൂടെ പോവാം സമാധാനമായി മനസ്സിന് വേറൊന്നുമില്ല ഒരു സംസ്കാരം ഇല്ലാത്ത വിദ്യാഭ്യാസം അതുകൊണ്ട് കാര്യമില്ല സംസ്കാരം ഇല്ലാത്ത ആൾക്കാർ ജാതി കോപ്പിലെ ആൾക്കാർ ഒരു കളിയാക്കലും ടീമോളാ വലിയ വർണ്ണം പിടുത്താണ് അപ്പൊ നമ്മളെ നേരത്തെ പിസിലടിച്ചപ്പോ നിർത്തിയില്ല പറഞ്ഞു അവന് അവിടെ അതിന്റെ ഇല്ല കാരണം റോഡ് നല്ല ഫ്രീയാ അടിപൊളി അല്ലേ റോഡ് നല്ല ഫ്രീ ഒരു ട്രാഫിക് സിഗ്നൽ ഒന്നുമില്ല നമ്മുടെ വണ്ടി കടന്നപ്പോ പുറകിന്നാണ് പിസിലടിക്കുന്നത് നമ്മളൊരു കടയിൽ പോയി ചായ മേടിക്കാൻ പോയി ചായ പറഞ്ഞു കഴിഞ്ഞാലൊക്കെ വേണമെങ്കിൽ പിടിച്ചിട്ട് വെക്കുന്നുള്ള മൈൻഡിലാണ് ചായ തരിക അതുപോലെ ഒരു സാധനം കടയിൽ സാധനം മേടിക്കാൻ പോയി ഇവറ്റകൾ നമ്മൾ ഹിന്ദിയിൽ ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇവറ്റകൾ ഇവറ്റകൾക്ക് അറിയില്ല ഹിന്ദി അറിയില്ല ഇവറ്റകൾക്ക് ഹിന്ദി അറിയുന്ന ആൾക്കാരില്ല അപ്പോൾ നമ്മളൊരു ചായ കളിയാക്കലും ഓക്കെയാണ് വളരെ കുറച്ച് ആൾക്കാരുള്ളൂ നല്ല ആൾക്കാരില്ല എന്ന് പറയല്ലേ ദിനിഷ ശരിയല്ലേ ആസാമിൽ കയറിട്ടോ ഇനി നമ്മൾ ഇനി ആസാമാണ് ആസാമിലെ വിശേഷങ്ങൾ നമുക്ക് ആസാമൊക്കെ നല്ല മറ്റുള്ള സ്റ്റേറ്റ് പോലെയല്ല നീ കാരണം വെച്ചാൽ മറ്റേ മിസോറാം ഒരു വൃത്തികെട്ട ഒരു സ്റ്റേറ്റ് ഞാൻ ഇത്ര എൻ്റെ ലൈഫിലേക്ക് ആദ്യമായിട്ടാണ് നമ്മൾ മിസോറാമിൽ ഇത്രയും ഉള്ളിലേക്ക് പോണതും അതേപോലെ തന്നെ മിസോറാമിൽ ഇതേപോലെ ഇത്രയും ദിവസം സ്റ്റേ ചെയ്യണതും ഇതിനു മുമ്പൊക്കെ നമ്മൾ മിസോറാമിൽ പോകുമ്പോൾ എന്നു വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഐസോളതും ആർമിയുടെ ലോഡാണ് ചെല്ലുക അറക്ക പിറ്റേ ദിവസം വണ്ടി തിരിച്ചു വരും നമുക്ക് അവിടെ വലിയ അതും 10-12 വർഷത്തിന് മുമ്പ് ആ ഒരു വട്ടം ഞാൻ മിസോറാം പോയിട്ടുള്ളൂ അപ്പോഴാണ് നമ്മൾ ഇത്രയും പോയത് അത് പോയിട്ട് ഒരു 5-6 ദിവസം നമ്മൾ മിസോറാമിൽ സ്റ്റേയും ചെയ്തു എന്നാൽ മിസോറാമിന് പുറത്തുള്ള ആൾക്കാരൊക്കെ അവിടെ വരുമ്പോൾ നല്ല ഇടപാടാണ് നമ്മളിപ്പോൾ ആ തടിലോട് കയറ്റിയ പാർട്ടിയൊക്കെ അവർ ആസാമിയും ബംഗാളിയൊക്കെ അവർക്ക് നല്ല ഇടപെടല എന്നാൽ മിസോറാമികളാണ് ഒരു ജാതി വൃത്തിയായിട്ടും അവർ കളിയാക്കലുകാരും അവരുടെ നാട് മാത്രമേ കണ്ടിട്ടുള്ളൂ അവർക്ക് പുറം ലോകം അവർക്ക് അറിയില്ല
गया കുറെ ദിവസങ്ങൾക്ക് ശേഷേ ഒരു 4 മനുഷ്യന്മാരുള്ളൊരു നാട് കാണാൻ പറ്റി. ആകെ ഇത്ര നാൾ എന്തെങ്കിലും ഒരു ആസാമിൽ കയറിയിട്ട് ഒരു ഫസ്റ്റ് ജംഗ്ഷനാണ് സ്ഥലം കിട്ടിയത്. ദിവസങ്ങൾക്ക് ശേഷം ഇതുപോലെ തിരക്കുള്ള 4 മനുഷ്യന്മാരെ കാണുന്നു. അവിടെയൊക്കെ ഒരു പട്ടിക്കാട് പോലത്തെ സ്ഥലം. മനുഷ്യന്മാരും ഇല്ല, ആൾക്കാരും ഇല്ല, ആരും ഇല്ല. ഒരു സ്ഥലം ഉള്ള ആൾക്കാരൊക്കെ ഒരു അത് വൃത്തിയായിട്ട് മൈൻഡിലാവും. അവരാണ് ഏറ്റവും വലിയ കൊമ്പത്തെ ആൾക്കാരെന്ന് വിചാരിക്കുന്നത്. ഞങ്ങൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ നിർത്തിയതാ. ഇവിടെ ഒരു ന്യൂ മാർവാടിയാണ്, തന്തൂരി ധാബ എന്ന് പറഞ്ഞ ബോർഡുണ്ട്. അപ്പോൾ അവിടെ നിർത്തിയതാ. കുറേ ദിവസമായില്ല ഈ കരിഞ്ഞ ഭക്ഷണം, മോശമായിട്ടുള്ള ഭക്ഷണം കഴിയുമ്പോൾ നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാ. ദിവസങ്ങൾക്ക് ശേഷമല്ലേ, ദിവസങ്ങൾക്ക് ശേഷം ഒന്ന് വയറ് നിറച്ചല്ല, സന്തോഷത്തില് ഒരു കരിഞ്ഞതും പിടിച്ചൊന്നുമില്ലാണ്ട് അടിപൊളി ഭക്ഷണം കഴിക്കാൻ പറ്റി. അതുപോലെ കഴിക്കണം. അത് ഈ തന്തൂരി ധാബ എന്നുള്ള ബോർഡ് കണ്ടാണ് നിർത്തിയതാണ്. കുറച്ച് ദിവസങ്ങളായി ഞങ്ങളിങ്ങനെ ഈ സാധനം എന്താ പറയുക നല്ലൊരു ഭക്ഷണം കഴിക്കും. അല്ല ദിനീഷ, കുറേ ദിവസങ്ങളൊക്കെ കഴിക്കട്ടാ. ഞങ്ങള് ദിവസങ്ങൾക്ക് ശേഷം ഒന്ന് വയറ് നിറച്ച അല്ലേ ദിനീഷ? നല്ല ടേസ്റ്റായിട്ടൊന്ന് ഭക്ഷണം കഴിച്ചു ദിവസങ്ങൾക്ക് ശേഷം. കറുത്ത ചോറ് ഉപേക്ഷിച്ച് വയറ് നിറച്ചു. വയറ് നിറഞ്ഞ് ഭക്ഷണം കഴിച്ചു ഞങ്ങൾ. അത് മനസ്സിൽ പിടിച്ചില്ലേ? വലിയ റേറ്റും ഇല്ല. ഇപ്പോൾ ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് 240 രൂപ രണ്ടാൾ. എന്നാൽ 2 പരിപ്പ് കറി മേടിച്ചു, പിന്നെ റൊട്ടി എല്ലാം കൂടി 240. ഇപ്പോൾ ഇത് കണ്ടു ഇതൊക്കെ മേടിച്ചൊക്കെ മൊത്തം 240 രൂപ. അടിപൊളി ഭക്ഷണം, വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. എന്താ പറയുക, മിസോറാം അല്ലേ? ഇതിൻ്റെ പൊന്നോ ഇത്രയും ഒരു വൃത്തിയായിട്ട് നമ്മൾ കാരണം മിസോറാമിൻ്റെ ഉള്ളും മിസോറാമ ഏറെക്കൂടെ നമ്മൾ 3/4 ഓടി. പിന്നെ വണ്ടി എടുത്ത് പോകണം. നമ്മുടെ വണ്ടി എവിടെ എടുക്കണം, വണ്ടി എടുത്ത് പോകണേ. പാലം കണ്ട. ഇനി നമുക്ക് പ്രൈവറ്റ് ബസ്സുകളെയും ഒക്കെ കാണാം. നമുക്ക് ആസാമിലെ പ്രൈവറ്റ് ബസ് ടൈഗർ ഹിൽ. നമ്മളങ്ങനെ സിലിച്ചർ ആവാം. ഇപ്പം നമ്മളിപ്പോൾ സിലിച്ചറിൽ നമുക്കൊരു ഓഫീസ് ഉണ്ട്. അപ്പോൾ അവിടെ നോക്കണം, അവിടുന്ന് ലോഡാകുമോ നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വാടകയും കടലൊക്കെ ചോദിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ കാലി ഗുവാഹട്ടിക്ക് പോകും. കാരണം മേഘാലയയിലെ ബ്ലോക്കിൽ ഉള്ള ഇങ്ങനെ വീഡിയോ ഉണ്ടല്ലോ, ആ വഴി കൂടെ ഒക്കെ വണ്ടി ഓടിച്ച് വന്നിട്ട് പോലീസുകാർക്ക് കാശും കൊടുത്ത് പോണേ. അതാണ് കുഴപ്പം. നമ്മളങ്ങനെ സിലിച്ചർ ബൈപ്പാസ് ആയിട്ടാ, ലെഫ്റ്റ് പോണ റൈറ്റ് പോണാണ് സിലിച്ചർ ബൈപ്പാസ്. ഇവിടെ ഒരു മലയാളിച്ചാൻ്റെ റബ്ബർ കടയുണ്ട് കേട്ടോ, കൃഷിക്കാരനാണ്. നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ആൾക്ക് കുറച്ച് റബ്ബർ ഉണ്ടായിരുന്നു, ലോഡുണ്ടായിരുന്നു. നമുക്ക് ഇറക്കി നമ്മൾ സിലിച്ചർ ബൈപ്പാസ്. ഇവിടെ നമുക്കൊരു ഓഫീസുണ്ട്, ഈ വഴിയിലൊരു ഓഫീസുണ്ട്. അവിടെ പോയി ഒന്ന് ജസ്റ്റ് ചോദിക്കാം, ലോഡ് വല്ലതും ഉണ്ടോയെന്ന് ചോദിക്കാം. ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. ഇതാണ് കേട്ടോ നമ്മുടെ സിലിച്ചർ ബൈപ്പാസ്. ഇവിടെ ഇപ്പോൾ സമയമൊന്നും അധികം ആയിട്ടില്ല, 5 മണി ആയിട്ടുള്ളൂ. 5 മണി നേരെ ആയിട്ടുള്ളൂ. അപ്പം ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ, ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ നല്ല ഹാപ്പിയാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഓഫീസുണ്ട്, നമ്മുടെ ചെറുവണ്ടികളുടെ ഓഫീസുണ്ട് ഈ ബൈപ്പാസിൽ. അപ്പോൾ ആ ബായിൻ്റെ അടുത്ത് കയറി ഒന്ന് ചോദിക്കുക, ലോഡ് ഉണ്ടോ എന്ന് ചോദിക്കുക. ലോഡ് ഉണ്ടെങ്കിൽ കയറ്റും, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി തന്നെ കാലി ഗുവാഹട്ടിക്ക് പോകും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നിർദ്ദേശിക്കുന്ന സപ്പോർട്ടിനൊക്കെ താങ്ക്സ്.